ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ? അങ്ങനെ അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ ഇതിന് തെറ്റ് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അടുത്ത സെക്കൻഡ് തന്നെ ഞാൻ തിരുത്താറുണ്ട് എന്ന് പറയാണ്. ഇനി എൻ്റെ ജീവിതത്തിൻ്റെ വഴിയിലേക്ക് നീ ഇടങ്കോലായിട്ട് വരരുത്, അതിനെ പ്രലോഭിക്കാനും ഒന്നിനും വരരുതെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയണ്ട, ഹലോ മിസ്റ്റർ, ഞാൻ നിങ്ങളുടെ വഴിയിലേക്ക് വരുന്നില്ല. അങ്ങനെ നിലവാരമില്ലാത്തൊരു പെണ്ണൊന്നും അല്ല ഞാൻ. എനിക്ക് എൻ്റെതായിട്ടുള്ള നിലപാടും കാര്യപ്രാപ്തിയും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വഴി കൂടി എന്നല്ല, ഞാൻ ഇനി നിങ്ങളുടെ 7 അയലത്ത് പോലും വരത്തില്ല എന്നൊക്കെ ശ്രുതി പറയാണ്. അങ്ങനെ ശ്രുതിയും അശ്വിനും കൂടി രണ്ട് വഴിക്ക് ആവാട്ട് അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ. അതിനുശേഷമാണ് നമ്മുടെ ശ്യാം അച്ഛനോട് പറയുന്നുണ്ട്, ദേ മുഹൂർത്ത സമയം കഴിഞ്ഞു, നിങ്ങളുടെ പുന്നാര മോള് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് വിവാഹ നിശ്ചയം നടത്താൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ അച്ഛനെ വരത്ത് സന്തോഷമാവട്ടത് കേൾക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അതെ നിങ്ങൾക്കിനി മരുന്നിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. എന്താണെന്നറിയാവോ, നിങ്ങളുടെ മരുന്ന് ദേ ഈ മോതിരമാണ്. ഈ മോതിരം നിങ്ങളുടെ മകളുടെ വിരലിൽ ഇന്ന് അണിയിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ആയുസ്സുണ്ട്. നിങ്ങൾക്ക് മരുന്നൊക്കെ കഴിച്ച് കുറച്ച് നാളോട് ഇങ്ങനെ കിടന്നു വരനൊക്കെ പോവുക. പക്ഷേ ഇന്ന് ഈ മോതിരം നിങ്ങളുടെ മകളുടെ വിരലിൽ എനിക്ക് അണിയിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു യാത്ര ഞാൻ തരും. സുഖമായിട്ടുള്ള യാത്ര, സുഖനിദ്ര. അതായത് നിങ്ങൾക്കിനി ഒരിക്കലും എഴുന്നേക്കേണ്ടി വരില്ല, സുഖമായിട്ട് അങ്ങനെ തന്നെ ഉറങ്ങാം എന്നിങ്ങനെ പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതിരച്ചൻ ഇങ്ങനെ തലേക്കിനെ വെട്ടിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്യാം പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, നിങ്ങളുടെ മോള് ചെയ്യണം ഓരോരോ കുരുത്തക്കേടിന് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾക്കാണ് എന്നിങ്ങനെ പറയാണ്. എന്തായാലും ഇന്ന് നിങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത് ഈ മോതിരമാണ്. ഇതിന്ന് അണിയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവനോടെ ഇനി ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ മെഡിസിൻ ബോക്സ് അവിടെ നിന്ന് മാറ്റുവാട്ടോ. അതിനുശേഷം ശ്യാം സൂക്ഷിച്ച് നോക്കുവാണ് നമ്മുടെ ശ്രുതിയുടെ അച്ഛന്. ശേഷം കാണിക്കുക നമ്മുടെ പ്രമേയിൽ അമ്മയും അമ്മായിയും പ്രീതിയൊക്കെ കടി ശ്രുതിനെയും കാത്തിങ്ങനെ ഉമ്മർത്തിങ്ങനെ ഇരിക്കുക കേട്ടോ. എൻ്റെ എടുത്തി അവൾ ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ശ്രുതിയുടെ ഓട്ടോറിക്ഷ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. വന്നിട്ടുണ്ട് കളക്ടർ ഉദ്യോഗം കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥ വന്നിട്ടുണ്ട് എന്ന് അമ്മായി പുച്ഛത്തോടെ പറയുകയാണ്. അങ്ങനെ ശ്രുതി വരുമ്പോഴേക്കും അമ്മായി ചോദിക്കേണ്ടത്, എവിടെയായിരുന്നു നീ ഇത്ര നേരം? എന്താ അമ്മായി, എന്താ കാര്യം? അച്ഛനെന്തെങ്കിലും മരുന്ന് കാര്യങ്ങൾ മേടിക്കണമായിരുന്നോ? അമ്മായി ശ്രുതി മോളെ, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? അമ്മ പറയുമ്പോൾ, അമ്മേ ഞാൻ അമ്പലത്തിൽ പോയിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റുന്നത്, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്താ അമ്മേ, എന്തെങ്കിലും മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്, മരുന്നും മന്ത്രമൊന്നും അല്ല. ദേ നീ വേഗം കൂടി പോയി കുളിച്ചിട്ട് വന്നേ എന്ന് അമ്മായി പറയാണ്. എന്ത് പറ്റി അമ്മായി എന്ന് പറയുമ്പോൾ, ദേ ഇന്ന് നിന്റെ ഷാമോന്റെ വിവാഹ നിശ്ചയമാണ്. അമ്മായി എന്ത് ഭ്രാന്തൊക്കെയാണ് പറയണത്? ഇന്നോ വിവാഹ നിശ്ചയോ? അതൊന്നും ഒരിക്കലും നടക്കില്ല. അതെ ഞാനും നിന്റെ അമ്മയും കൂടി ജോലിച്ചെടുത്ത് പോയി നോക്കിയായിരുന്നു. ദേ ഇത് നല്ല ശുഭമുഹൂർത്തമാണ്, ഇന്ന് അസ്തമയത്തിന് മുമ്പ് മോതിരമാറ്റം നടത്തണമെന്നാണ് ജോത്സ്യം പറഞ്ഞത്. പക്ഷെ അസ്തമയം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് മോതിരമാറ്റം നടത്തിയോണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നീ വേഗം കുളിച്ച് റെഡിയായിട്ട് വന്നേ. ഇല്ല അമ്മായി, അത് പറ്റില്ല, എനിക്ക് സമ്മതമല്ല എന്ന് പറയുമ്പോൾ, സമ്മതമല്ലെന്നോ? ഇത് അഹങ്കാരി പെണ്ണ് എന്തൊക്കെയാണ് എടുത്ത് ഈ പറയണതെന്ന് പറയുമ്പോൾ അമ്മ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കണം കേട്ടോ. സമ്മതിക്കുന്നെങ്കിൽ അമ്മ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. ശ്രുതി പറയണ്ടേ, ഇത് സമ്മതിക്കൊന്നുമില്ല, എനിക്ക് പറ്റില്ല, ഇന്ന് മോതിരമാറ്റം ചടങ്ങ് നടത്താനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. ശ്രുതി ഇങ്ങനെ പറയണത് നമ്മുടെ ശ്യാം അകത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ശ്യാം അപ്പം തന്നെ നമ്മുടെ അച്ഛൻ്റെ കഴുത്ത് പിടിച്ച് ഇങ്ങനെ നെക്കുമ്പോഴേക്കും ശ്വാസം കൂടിയിട്ട് അച്ഛൻ ഇങ്ങനെ മരണവെപ്രാളം കാണിക്കുന്നുണ്ട്. ശ്യാം പക്ഷെ കഴുത്തിന് പിടിവിടുന്നില്ല, വീണ്ടും നെക്കിയിട്ട് ബോധം പോകുന്ന അവസ്ഥയിലേക്ക് അച്ഛനെ കൊണ്ടെത്തിക്കുവാണ്. അതിനുശേഷം, അയ്യോ പ്രീതി, അമ്മായി, ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞിട്ട് ശ്യാം വിളിക്കുക കേട്ടോ. അത് കേട്ട് നമ്മുടെ പ്രീതിയും അമ്മയും അമ്മായിയും ശ്രുതിയൊക്കെ ഓടിപ്പോകുന്നുണ്ട്. അയ്യോ എന്തു പറ്റി അശോകേട്ടാ എന്നൊക്കെ അമ്മായി ചോദിക്കുകയാണ്. അമ്മ പറയുന്നുണ്ട്, അയ്യോ എന്തു പറ്റി ഏട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുവാണ്. അശോകേട്ടാ, ഈശ്വര എന്തു പറ്റി ശ്യാമോനെ, എന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്? ശ്രുതിയും ചോദിക്കണേ, എന്താ ശ്യാം സാറേ, അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്? ഇത്രയും ദിവസം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ അശോകേട്ടന് എന്നൊക്കെ അമ്മായി പറയാണ്. ആ സമയത്ത് നമ്മുടെ അച്ഛൻ പതുക്കെ കണ്ണ് തുറക്കുന്നുണ്ട്. ശ്യാം പറയുന്നുണ്ട്, സോറി അമ്മായി, ഞാൻ അച്ഛനോട് അറിയാണ്ടൊന്ന് സൂചിപ്പിച്ചു പോയി, ഇന്ന് വിവാഹ നിശ്ചയം നടക്കില്ലെന്ന്, ശ്രുതി വരാൻ താമസിച്ചെന്ന്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് അച്ഛനെ വല്ലാത്ത വിഷമമായി, അങ്ങനെ കരഞ്ഞിട്ട് പെട്ടെന്ന് മയക്കം പോലെ കിടന്നു പോയതാണ് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അമ്മായി എടുത്ത വായിക്ക് പറയണ്ട, കണ്ടില്ലേടി ശ്രുതി, അച്ഛന് നിന്നോടുള്ള സ്നേഹം കണ്ടില്ലേ? നിങ്ങളുടെ വിവാഹ നിശ്ചയം ഇന്ന് നടന്നില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ അച്ഛൻ്റെ ബോധം പോയി, നിന്റെ അച്ഛന് സുഖമില്ലാതായി, എല്ലാത്തിനും കാരണം നീയാണ്. ഇപ്പോഴും നിനക്ക് നിന്റെ അത്യാഗ്രഹം അതുപോലെ അഹങ്കാരം തന്നെയാണ് വലുതല്ലേ? മര്യാദയ്ക്ക് ഇന്ന് വിവാഹ മോതിരം നടത്തിയേ പറ്റൂ. ഷാമോന്റെ കയ്യിൽ മോതിരം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് അമ്മായി. ശ്രുതി മര്യാദയ്ക്ക് ഷാമോന്റെ കയ്യിൽ വിവാഹ മോതിരം എടുപ്പിക്കാൻ നോക്കുന്നത് പറയാണ്. അമ്മായി അത് എന്താ നിനക്കിനി വേണ്ടത് എന്ന് പറയാണ്. മര്യാദയ്ക്കും കൂടെ വരാൻ നോക്കിയത് നമ്മുടെ ശ്രുതിനെ വിളിച്ചിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് പ്രീതി പറയണ്ട, അമ്മായി അതിന് മുഹൂർത്തം കഴിഞ്ഞു പോയില്ലേ, മുഹൂർത്തം കാര്യങ്ങളൊന്നും നോക്കണ്ട,
എത്രയും പെട്ടെന്ന് വിവാഹ നിശ്ചയം നടത്തണമെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയണ്ട്, പ്രമീളെ അത് രാധെ അതെന്ന് പറയുമ്പോൾ വേണ്ട എടുത്തി ഒന്നും പറയേണ്ടത്, ഈ സമയത്ത് എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ജീവനാണ് വലുത് എന്ന് പറയണത്. ഇവളുടെ വിവാഹ നിശ്ചയം മുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ്റെ അവസ്ഥ ഏട്ടത്തെയും കണ്ടതല്ലേ. അതുകൊണ്ട് ശ്രുതി മര്യാദക്ക് നിന്റെ വാശിയൊക്കെ കളഞ്ഞേക്ക്, അഹങ്കാരം കളഞ്ഞേക്ക്, മര്യാദക്ക് ഷാമുവിൻ്റെ കയ്യിൽ മോതിരം എണ്ണിപ്പിക്കാൻ വേണ്ടി നോക്ക് എന്ന് പറയാണ്. വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വലിച്ചോണ്ട് പോവാണ് ശ്രുതി. അത് കാണുമ്പോൾ പ്രീതിക്ക് അമ്മക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് ശ്രുതിനെ ഷാമിനെ അടുത്തടുത്ത് നിർത്തുവാണ് അമ്മായി. അതിനുശേഷം അച്ഛനോട് പറയണ്ട്, അശോകേട്ട ദേ പിള്ളേരുടെ വിവാഹ നിശ്ചയം ദേ ഇപ്പം നടത്താൻ പോവാൻ ഞാൻ എന്ന് പറയുമ്പോഴേക്കും അച്ഛനിങ്ങനെ തല കൊണ്ട് വേണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മായി പറയുന്നുണ്ട്, കണ്ടില്ലേ അശോകേട്ടനെ വല്ലാതെ സന്തോഷമായി, അശോകേട്ടൻ്റെ ഭാവം മാറിയത് കണ്ടില്ലേ എടുത്തി, അശോകേട്ടനെ വല്ലാതെ സന്തോഷമായി. അതുകൊണ്ട് ഷാമോനെ ശ്രുതിമോളെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും അച്ഛനെ നേരെ തിരിഞ്ഞു നിൽക്കുവാണ്. ഷാമിനോട് അമ്മായി പറയണ്ട്, ഷാമോനെ ഇനി നീ ഈ മോതിരം ശ്രുതിമോളുടെ കയ്യിലേക്ക് ഇട്ടെ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയെടുത്ത് ആദ്യം പറയാണ് ഷാമോൻ്റെ കയ്യിലേക്ക് ഇട്ടെന്ന് പറയുമ്പോൾ ശ്രുതി വിഷമിച്ച് ഷാമിൻ്റെ വിരലിലേക്ക് മോതിരം ഇടുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും ഷാമിന് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അച്ഛനാണെങ്കിൽ അപ്പോഴേക്കും കരയുന്നുണ്ടോ. അപ്പോഴേക്കും അമ്മയുടെ വിചാരമൊക്കെ ഭയങ്കര സന്തോഷം കൊണ്ടാണ് കരയണമെന്നാണ് വിചാരം. അതിനുശേഷം ശ്രുതിയെടുത്ത് ഷാമിൻ്റെ പറയുന്നത്, ഷാമോനെ ഇനി ശ്രുതിമോളുടെ കയ്യിലേക്ക് മോതിരിടെന്ന് പറയുമ്പോൾ ഷാം അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം. അച്ഛ ദേ അച്ഛൻ്റെ മോളുടെ കൈ ഞാൻ മോതിരിടാൻ പോകുവാട്ടോ എന്ന് പറഞ്ഞിട്ട് ആ മോതിരെടുത്തിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് അണിയിപ്പിക്കാൻ പോകുമ്പോഴേക്കും ശ്രുതിയുടെ കൈയിനെ കെട്ടിവെച്ചത് കാണും കേട്ടോ. എൻ്റെ ഭഗവാനെ കൃഷ്ണ ഇതെന്താണ് നീ കാണുന്നത് എന്ന് അമ്മായി ചോദിക്കുകയാണ്. അയ്യോ മോളുടെ കൈക്ക് എന്ത് പറ്റി എന്ന് അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ശ്രുതി പറയുന്നുണ്ട്, അമ്മേ അത് കുപ്പിച്ചിൽ കണ്ട് കൈ മുറിഞ്ഞതാണ് എന്ന് പറയാണ്. അതിപ്പോൾ സാരില്ല, അപ്പുറത്തെ കയ്യിലിട്, ഇപ്പോൾ എന്തായാലും അതൊന്നും നോക്കി നിൽക്കേണ്ട സമയമൊന്നുമല്ല എന്ന് പറയാണ്. അങ്ങനെ വലത്തെ കയ്യിൽ മോതിരിടിപ്പിക്കുകയാണ് നമ്മുടെ ഷാമിനെ കൊണ്ട് അമ്മായി ശ്രുതിയുടെ കയ്യിലേക്ക്. ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നിട്ടോ. ശ്രുതി വളരെ വിഷമത്തോടു കൂടി തന്നെ കണ്ണടച്ചിട്ടാണ് മോതിരം മാറാൻ വേണ്ടി സമ്മതിച്ചത്. അതിനുശേഷം ശ്രുതിയും അതുപോലെ തന്നെ ഷ്യാമും കൂടി അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അച്ഛനാകെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മായി പറയുന്നുണ്ട്, കണ്ടില്ല പ്രേമിലെടുത്ത് എൻ്റെ ചേട്ടൻ്റെ സന്തോഷം കണ്ടില്ലേ, ചേട്ടൻ കരയുന്നത് കണ്ടില്ലേ, ഇത് ആനന്ദ കണ്ണീരാ. എത്ര നാൾ ശേഷമാണ് ചേട്ടൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ആനന്ദ കണ്ണീര് വരുന്നത് ഞാൻ കാണുന്നത്. എൻ്റെ ഭഗവാനെ കൃഷ്ണ, അങ്ങനെ മോതിരമാറ്റ ചടങ്ങ് കഴിഞ്ഞു, എൻ്റെ ചേട്ടൻ്റെ സന്തോഷമായി. എനിക്കും വല്ലാതെ സമാധാനമായി, ഈ കുടുംബത്തിൽ തന്നെ സമാധാനമായി എന്നൊക്കെ അമ്മായി ഇങ്ങനെ പറയാട്ടോ. ശ്രുതിക്കാണെങ്കിൽ വളരെ വിഷമം തോന്നുവാണ്. അതേസമയം അശ്വിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവിടെ കുപ്പിച്ചിൽ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ആ കുപ്പിച്ചിൽ അപ്പോഴും ശ്രുതിയുടെ ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് അശ്വിൻ്റെ കൈ നോക്കണത്, ശ്രുതിയുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ അശ്വിൻ്റെ കയ്യിൽ അപ്പോഴും ഉണ്ട്. അശ്വിൻ അത് ഭ്രാന്ത് പിടിച്ച പോലെ, ഞാൻ എന്തിനാ അവളുടെ കാര്യങ്ങൾ വീണ്ടും ആലോചിക്കണത്, ഇല്ല ഒരിക്കലും ഞാനിങ്ങനെ ആലോചിക്കില്ല. ഇനി അശ്വിൻ്റെ ജീവിതത്തിൽ ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞ പെണ്ണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈ നന്നായിട്ട് കഴുകുവാട്ടോ. കഴുകിട്ടും കയ്യിലെ ബ്ലഡ് പോകുന്നില്ല. അശ്വിൻ വീണ്ടും ഇതെന്താ പോകാത്തതെന്ന് പറഞ്ഞിട്ട് വീണ്ടും തേച്ചിങ്ങനെ ഉരച്ചിങ്ങനെ കഴുകുവാണ്. അപ്പോഴും ബ്ലഡിൻ്റെ കറ കയ്യിലൊക്കെ പറ്റിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അശ്വിൻ ആ ബ്ലഡ് ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും ഭ്രാന്ത് പിടിച്ച പോലെ തന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അവളുടെ വിചാരം മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ എന്ന രീതിയിൽ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അശ്വിനെ വിഷമിച്ചിരിക്കുന്ന ശ്രുതിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.